വന്നപ്പോ എല്ലാരും വിശന്നു അല്ലേ? അതുകൊണ്ട് ഞാനൊരു 3 ഗ്ലാസ് മറ്റേ ആ ജ്യൂസും കുടിച്ചു. അതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ. അതെന്താണ് തണ്ണിമത്തനിന്ന് പാലൊക്കെ ഇട്ടിട്ട് എന്ത് സംഭവമായിരുന്നു എനിക്ക് മനസ്സിലായത്. നല്ല സാധനം. തണ്ണിമത്തലില് പാലൊക്കെ ഇട്ടിട്ട് മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ടിട്ട് രസമുണ്ട്. എന്താണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ സംഭവം ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടമായത്. കോഴിക്കോടുകാരെ പോലെ തന്നെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കും പുള്ളിക്കാരി. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ആദ്യം പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഭക്ഷണം എന്ന് വെച്ചാൽ അവരുടെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നായിരിക്കും. അവര് കെയർ ചെയ്തിട്ടുണ്ടാക്കും, മീൻസ് ശ്രദ്ധിച്ചുണ്ടാക്കും. ചിലപ്പോ ടേസ്റ്റ് ഒന്നും ഓരിടൂല, എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ട്. ചോറ് നമ്മളെ വാങ്ങിയാണെങ്കിലും നല്ലോണം അടിച്ചിക്കെല്ലാരും. പിന്നെ ചോറ് കുറച്ചും കൂടി എടുത്തോ എല്ലാവരും. ഞാൻ 2-3 വട്ടം ചോദിച്ചും മേടിച്ച്. സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ സന്തോഷം. അതെ, കാരണം ഗസ്റ്റ് എത്രത്തോളം ഹാപ്പിയാണോ അത്രത്തോളം ആൾക്കാർക്ക് സന്തോഷമാണ് പൊതുവെ. ലോക്കൽ ഏരിയയിൽ ആകെ അവിടെ മാത്രം മനുഷ്യവാസം ഞാൻ കാണും. അവിടെ ചുമ്മാ ഒരു വൈകിട്ട് സായം സന്ധ്യയിൽ ഒരു പാട്ടൊക്കെ പാടി മറ്റേ വേണ്ടെങ്കിൽ ഇങ്ങനെ പറയും. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു കൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ടൊറന്റോയിൽ ഇപ്പൊ നരേറ്റ് ചെയ്യണ അവനല്ല, സന്തോഷ് അങ്ങനല്ല. അതിൽ പേര് എഴുതി കാണിക്കേണ്ട ഒരേ വ്യക്തിയാണല്ലോ ഏഷ്യനെറ്റിൽ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കണം. ചില ആൾക്ക് സിമിലർ സൗണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ പറയണ ഞാൻ ഇന്നലെ US കേട്ടപ്പോ കുറച്ചൊരു വ്യത്യസ്തമായ സൗണ്ട് പോലെ തോന്നി. പക്ഷെ മറ്റേ സഞ്ചാരത്തിൽ TV-യിൽ വരുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ വേറെ ആളാണ്. ഞാൻ ഇയാളുടെ സഞ്ചാരത്തിൽ ഇത് കണ്ടപ്പം ഈ സന്തോഷ് കുമാർ ആദ്യം അമേരിക്കയിൽ പോണതിൻ്റെ ഇതുണ്ട്. അത് പുള്ളി പറയണ ഒരു കഥയുണ്ട്. 2007 പോയ കഥ പറയുന്നുണ്ട്. അപ്പം എനിക്ക് സംശയം തന്നെ പുള്ളി ആദ്യം പോയ വീഡിയോ ആണോ കാണിക്കുന്നത്. പുള്ളിയുടെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് അമേരിക്കയിലാണ്. അപ്പോൾ അയാൾ അവിടെ പോയപ്പോഴുള്ള കഥയാണ് പറയണത്. ഒരു വീഡിയോ കാണിച്ചത് പണ്ടത്തെയാണോ അത് ലേറ്റസ്റ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ. കാറെന്ന് പറഞ്ഞാൽ സിവിക്ക അല്ല, കാറെന്ന് മനസ്സിലായില്ല, സിവിക്ക് കാറാണ്. അപ്പോൾ പഴയതായിരിക്കുമല്ലോ അല്ലേ? പഴയത് ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയില്ല. ക്വാളിറ്റിയിൽ വ്യത്യാസം വരും അല്ലേ? 2007 ഇവിടെയൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മറ്റേ സാധനം കൊണ്ടാണ്. ഇങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് ഇങ്ങനെ തുറന്ന് നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ, ആ ഒരു സാധനം കൊണ്ടുള്ള കളികളാണ്. അപ്പൊ ആ റെക്കോർഡ് ചെയ്യുന്ന ഈ കുഞ്ഞ സ്ക്രീനിനകത്ത് നമുക്ക് കാണാം. അപ്പൊ തന്നെ എന്റെ അച്ഛൻ്റെ ഇരിപ്പുണ്ട് അത്. അതും അതിന്റെ കുറെ കുഞ്ഞി കാസറ്റുകൾ. അയാള് വന്നത്തെ അങ്ങനെ പിന്നെ ചെറുതിലേക്ക് അമേരിക്കയിൽ അന്ന് നല്ല സൂപ്പർ ടെക്നോളജി ആയിട്ട് അതൊക്കെ ഉണ്ട്. അയാൾ തുടങ്ങിയല്ലോ നല്ല ആൾക്കാർ കുറേ വീഡിയോസ്. എന്നാലും ഞാൻ ആലോചിക്കുക ഓരോ സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കണ്ടല്ലോ. വീഡിയോ പിടിക്കുമ്പോൾ നമ്മളിപ്പോ ഞാൻ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് സൈക്കിൾ വെക്കാറുണ്ട്. നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പോവാ. അപ്പോൾ ഞാൻ ഇന്നലെ സഞ്ചാരം കേൾക്കുന്ന സമയത്ത് നോക്കുക ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോ ഈ റോഡിലൂടെ പോകുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനില്ല, എന്താ ഇവിടെ പറയാനുള്ളത്. പക്ഷെ ഇയാളെന്താ പറയുന്നത്, പിന്നെ ഇതിലൂടെ പോകുമ്പോൾ പെട്രോൾ പമ്പിട്ട് അതൊരു രസത്തിലാണ് അവർ പറയുന്നത്. അതായത് ബസ്സില് കുറെ ആൾക്കാര് ടയേർഡായിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരാളെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അയാളെന്നെ ഇത് നോക്കുന്നുണ്ട്, അയാളെന്നെ നിർബന്ധിച്ചു, പക്ഷെ ഞാനത് എങ്ങനെയൊക്കെ കുറെ കഥകൾ പറയുന്നത് നമുക്ക് നമ്മൾ വണ്ടി ഇരുന്നപ്പോ ഇപ്പൊ അർജുൻ എന്ന വ്യക്തി എന്നാൽ ഫ്രണ്ട് ജോഹർ ഭായി ഉറക്കത്തിന്റെ
ഉറക്കത്തിന്റെ ആലസ്യത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അങ്ങനത്തെ ഇതെന്താ സംഭവം വണ്ടി? ബോട്ട് മണ്ടയ്ക്ക് ബോട്ട് വെച്ചിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കായലിൽ നീന്താൻ. പക്ഷെ അത് നമുക്ക് കേട്ടിരിക്കാൻ ഒരു രസമാണ്. പറഞ്ഞ സുഖമുണ്ട് കേൾക്കാനുള്ള സുഖം. ചൂടെടുക്കുന്നു അയ്യോ സാറേ വണ്ടി കിടന്ന് ഉറങ്ങരുത് കേട്ടോ, ഓടിക്കുന്ന എനിക്ക് ഉറക്കം വരും. ഞാൻ ഓർമ്മൂല. ഞാനല്ലേ എനിക്ക് സാധാരണ വണ്ടി ഓടിക്കുമ്പോ ഉറക്കം വരില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു 2016 ഒരു കാർ ഡ്രൈവ് നടത്തിയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ക്ഷീണത്തിലും ഇതായ സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങണം. അങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഉറങ്ങി. പെട്ടെന്ന് ഇങ്ങനെ എന്താ നമ്മള് ഒരു ഷെയ്ക്ക് വന്നപ്പോ ഞാൻ ഉടനെ എന്ത് ചെയ്ത് അവിടെ അടുത്ത് പെട്രോൾ പമ്പ് അവിടെ കയറി. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട വിഷയമാണ്. അപ്പം ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നേ ഫുഡും പിന്നെ എന്താ അവിടെ ഒരു സ്ഥലം ഇവിടെ നിർത്തണ്ട പോകാൻ പറയും. കാരണം കൊള്ളക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. സത്യമാണോ ഇതാണോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ കുറെ കേൾക്കേണ്ടല്ലോ വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ BH വണ്ടി ഇറങ്ങാൻ വേണ്ടി കാത്തിക്കുക. ഭാരത് രജിസ്ട്രേഷന് അതാകുമ്പോൾ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് എവിടെയുള്ള ആൾക്കാരാന്നുള്ളത്. കഞ്ചാവിന്റെ പണം പുറത്തുനിന്ന് വരുന്നു. ഗ്ലാസ് കത്തിട്ടുള്ള അവിടെ ഒരു തന്നെ ഒരു ട്രക്ടർ പോലത്തെ വണ്ടിയിൽ ഇരിക്കുന്നില്ല, അവൻ ഉണപ്പിച്ച് വിട്ടേക്കുന്നു. നമ്മള് ഗ്ലാസ് പൊക്കിട്ടല്ലോ പുറത്തുനിന്ന് മറ്റേ പുറത്തുനിന്ന് എയർ എടുത്തിട്ടാണല്ലോ അതിന്റെ വരുന്നത്. ആ മണം വരും. ഉള്ളിൽ സർക്കുലേഷൻ കൊടുത്താൽ വരൂലല്ലോ. ഉള്ളിൽ സർക്കുലേഷൻ കൊടുത്താൽ വരത്തില്ല. അങ്ങനെ എടുത്തോ അല്ല ഇനി അത് കഴിഞ്ഞു പോലോ. അല്ല ഒരു ഫ്രഷ് എയർ കിട്ടണമെന്ന് വിചാരിച്ചാണ്. കഞ്ചാവ് വച്ച് ഇങ്ങോട്ട് കയറുന്നുണ്ട്. ആ മണം വരും. ആ കഞ്ചാവിന്റെ ആണല്ലേ. ഇവിടെ ഓണറബിൾ ഇടാവണല്ലേ. ഇത് കൊള്ളാം. നിങ്ങള് ആസിഫ് പറഞ്ഞിട്ടില്ലേ ഇതിലൂടെ ഇറങ്ങുമ്പോ കഞ്ചാവിന്റെ വേണോ ക്ലിക്കാവോന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? രാത്രി ആയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വലിയ തുടങ്ങി. അല്ല ബ്രോ ഇവിടെ സീനാണ്. നമ്മൾ ഇവിടെ നിന്നല്ല കാനഡയിൽ മൊത്തം സൂക്ഷിക്കണല്ലേ. ഇവിടുത്തെ വന്നതല്ലേ ഇമ്പ്രൂവ്മെന്റ്. അല്ല ബ്രോ ഒരു കാർ ഹൈജാക്ക് ചെയ്തത് ആ വീഡിയോ ഉണ്ടാവും. അത് വീഡിയോ ഉണ്ടാവും. സസ്പെക്ട് ചെയ്യുന്ന വീഡിയോ സൗണ്ട് മാത്രല്ലേ കേൾക്കണുള്ളതില്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അല്ല ആ വീഡിയോ 2 ദിവസം നടന്ന സംഭവമാണ്. അതാണ് പറയുന്നത്. അല്ല മലയാളി അല്ല അത് വേറെ ബ്രോ. മലയാളി അറ്റാക്ക് ഇപ്പൊ ഇന്നലെ നടന്നത്. യൂട്യൂബിലടിക്കട്ടെ. ഗുർബീന്ദർ അവനെ കൊന്നളഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ ഇടിച്ചു കൊന്നു. ഇടിച്ചു. അത് കർമ്മനല്ലേ ബ്രോ? ബ്ലാക്ക് അല്ലേ ബ്രോ? ആ, എന്താ മുഖം മൂടി ഇട്ടിട്ടുള്ളവന്മാരെ ഏതവനാണെന്ന് പറയും. ആരെയും പിടിച്ചൊന്നും ഇല്ല. പഞ്ചാബിക്ക് അല്ലെങ്കിൽ ഇച്ചിരി തണ്ട് കൂടുതലാ. പഞ്ചാബിക്ക് അതുകൊണ്ട് അത് കൊണ്ട് അവനെ അങ്ങനെ വണ്ടിക്ക് വേണ്ടി പിടിയോടി നടത്തി കാണും. നല്ല ഇടിയും കെട്ടി ഇടിച്ചവനെ പപ്പതാക്കി കാണും. കൊന്നോ? ഇടിച്ചു കൊന്നു. നല്ല ഇടി കാരണം അവന്റെ ശരീരത്തിന് ആഘാതം പറ്റി അവനെ ഹോസ്പിറ്റലിൽ എത്തിപ്പിച്ച് അവൻ മരിച്ചു. ഈ കർമ്മമാരെ കൂടെ ഒക്കെ നിൽക്കാൻ പറ്റില്ല ബ്രോ. ചെയ്യാൻ പറ്റില്ല. ആരും ഇല്ലാത്തപ്പോഴാ നൈറ്റിലാണ്